നമസ്കാരം. കുണ്ടലിനി മെഡിറ്റേഷൻ. കുണ്ടലിനി ശക്തിയെക്കുറിച്ച് വിവിധ ഗ്രന്ഥങ്ങളിലും വിവിധ ആചാര്യന്മാരും പല രീതിയിലുള്ള പരിശീലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റെയ്ക്കിയിലും കുണ്ടലിനി ശക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കോയിലിംഗ് പവർ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ പൊട്ടൻഷ്യാലിറ്റി ഓഫ് നാച്ചുറൽ ലോ, അത് പ്രപഞ്ചത്തിൻ്റെ ആകമാന ഊർജത്തിന് തുല്യമായിട്ടാണ് പരിഗണിക്കുന്നത്. സയൻസ് അതിനെ തെർമോഡൈനാമിസം എന്നൊക്കെ പറയുന്നു. കുണ്ടലിനി ഉണരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടൈശ്വര്യ സിദ്ധികൾ സ്വായത്തമാക്കുക എന്നുള്ളതാണ്. അതൊരു അഷ്ടൈശ്വര്യ സിദ്ധികൾ, അതായത് പല രീതിയിലുള്ള കഴിവുകൾ ഒരാളിൽ ഉണ്ടായിത്തീരുന്നു, ഒരു വ്യക്തിയിൽ ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ്. അണിമ, ഗരിമ, മഹിമ എന്നൊക്കെ പറയുന്ന രീതിയിലാണത്. ചെറിയ രീതിയിലുള്ള കുണ്ടലിനി ആരോഹണം, അതിൻ്റെ ജാഗരണം ഒരാളിൽ സംഭവിക്കുമ്പോൾ അയാൾക്ക് പ്രെഡിക്റ്റീവ് കപ്പാസിറ്റി, ഇമ്മൻസ് പവർ, പ്രീ കൺജങ്ഷൻ, ക്ലയർ ഓഡിയൻസ്, ടെലിപ്പതി എന്നിത്യാദി കഴിവുകൾ വന്നു ചേരാറുണ്ട്. റേക്കി പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇത് സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ഉണ്ടാകുന്നതാണ്. ധ്യാനം പരിശീലിക്കുന്ന എല്ലാ വ്യക്തികളിലും കുണ്ടലിനിയുടെ ആരോഹണം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ധ്യാനത്തിന് ഏത് രീതിയിലുള്ള മാർഗങ്ങളെയും അവലംബിക്കാം. ധ്യാനം ഒരു ചര്യയായിട്ടാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ധ്യാനത്തിൻ്റെ പ്രാരംഭമായിട്ടുള്ള ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുണ്ടലിനി ആരോഹണം മൂലാധാരത്തിൽ നിന്നാണ്. ഇതൊരു പ്രകമ്പനമാണ്. മൂലാധാരാംബുജാരൂഢ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തുരിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലാത സമരുചി ഷഡ്ചക്രോ പരിസംസ്ഥിത മഹാശക്തി കുണ്ടലിനി ബിസന്തുതനീയസി എന്നാണ് ലളിതാ സഹസ്രനാമത്തിൽ കുണ്ടലിനിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുണ്ടലിനി ഒരു ദിവ്യശക്തി തന്നെയാണ്. ഓരോ മനുഷ്യനിലും ഇത് കുടികൊള്ളുന്നു. അത് പ്രപഞ്ചത്തിൻ്റെ സമഗ്രമായ ശക്തിക്ക് തുല്യമായിട്ട് ചുരുട്ടി വച്ചിരിക്കുകയാണ് മനുഷ്യ ശരീരത്തിൽ. ഇപ്പോൾ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി ബാണലിംഗം, ഇടക്യലിംഗം, ധ്രുവമലിംഗം എന്നിങ്ങനെ 3 ലിംഗ ശരീരങ്ങളായിട്ട്, അത് ബാണലിംഗം അത് റോൾ ഔട്ട് ചെയ്ത് അനാഹതത്തിൽ ചുറ്റിത്തിരിയുമ്പോൾ തന്നെ ഈ വ്യക്തിയിൽ ഹൃദയത്തിൻ്റെ ഭാഗത്ത് വരെ ഉയർന്നു വരുമ്പോൾ തന്നെ സിദ്ധികൾ കൈവരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അനാഹതത്തിൻ്റെ 1, 8, 11, 1 എന്നീ ദളങ്ങളിൽ ഈ ശക്തി ഇങ്ങനെ മാറി മാറി ഇരിക്കുമ്പോഴാണ് ഒരാൾക്ക് വലിയ രീതിയിലുള്ള ഒരു കഴിവ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ടെക്നിക്സ് ആയിട്ടാണ് ഇന്ന് നമ്മളിതിനെ പരിചയപ്പെടുന്നത്. ഈ കുണ്ടലിനി പ്രാക്ടീസിന് ആദ്യം 15 മിനിറ്റ് സമയമാണ് നമ്മളിതിനു വേണ്ടി നീക്കി വയ്ക്കുന്നത്. ഏകദേശം 4 ഘട്ടങ്ങളായിട്ട് 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കേണ്ടതാണ്. പരിശീലനം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നുള്ളൂ. 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് സ്വന്തം സ്ഥലത്തിരുന്നു കൊണ്ട് ചെയ്ത് പരിശീലിക്കാവുന്ന രീതിയിലാണിത് പറയുന്നത്. 1 മണിക്കൂർ സമയം നമുക്ക് പരിശീലിക്കാൻ ഈ ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ 15 മിനിറ്റ് സമയം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അടുത്ത 15 മിനിറ്റ് സമയം എന്താണ് ചെയ്യേണ്ടത്, അടുത്ത 15 മിനിറ്റ് എന്താണ് ചെയ്യേണ്ടത്, പിന്നീടുള്ള അവസാനത്തെ
പാദത്തിൽ 4-ാമത്തെ 15 മിനിറ്റിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് ഇതിൽ പറയുന്നത്. ഏതൊരു ധ്യാനം പരിശീലിക്കുമ്പോഴും ആദ്യമേ തന്നെ നമ്മളൊരു ആൽഫ നില കൈവരിക്കുക എന്നുള്ളതാണ്. ഏകാഗ്രത അല്ലെങ്കിൽ വണ്ണസ്. അപ്പോൾ അയഞ്ഞ അവസ്ഥയിൽ ശരീരം മുഴുവൻ പ്രകമ്പനം കൊള്ളുവാൻ അനുവദിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് എനർജി ധ്യാനം ചെയ്യുമ്പോൾ പരിശീലിക്കുമ്പോൾ ഒരു രീതിയിലുള്ള പ്രകമ്പനം നമ്മളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് നമുക്ക് ബോധതലത്തിൽ നമ്മൾ തിരിച്ചറിയുക. കഴിഞ്ഞ 2 ക്ലാസ്സുകൾക്ക് ഇടയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ആകാശം എങ്ങനെ നിർമ്മിക്കാൻ പറ്റും. സ്വമേധയാ തന്നെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു മഹാകാശം നിർമ്മിക്കാൻ സാധിക്കും. ആ ആകാശത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ധ്യാനിക്കാം. അപ്പോൾ അയഞ്ഞ അവസ്ഥയിൽ ശരീരം മുഴുവൻ പ്രകമ്പനം കൊള്ളുവാൻ അനുവദിക്കുക. ദീർഘമായിട്ട് ശ്വാസമെടുത്ത് ശവാസനത്തിൽ കിടക്കുകയോ കസേരയിൽ ഇരിക്കുകയോ ചെയ്യുക. ഇല്ലെങ്കിൽ നിന്നുകൊണ്ടോ നമ്മൾ അയഞ്ഞ അവസ്ഥയിൽ ശരീരം മുഴുവൻ അയച്ചിടുക. ശരീരം മുഴുവൻ അയച്ചിടുവാൻ ഇപ്പോൾ നമുക്ക് ഈ മുഷ്ടി ചുരുട്ടി അയച്ചിടുക. റിലാക്സ്. അങ്ങനെ ജോയിൻസ് എല്ലാം തല മുതൽ ഹെഡ് ടു ടോയ്, തല മുതൽ പാദം വരെ നമ്മൾ അയച്ചിടുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ട പ്രക്രിയ. പിന്നീട് അത് അയഞ്ഞു തന്നെ ഇരിക്കണം. എല്ലാ ഊർജവും പാദങ്ങളിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് കയറുന്നതായി അനുഭവപ്പെടും. ആ പ്രകമ്പനം എല്ലാറ്റിൽ നിന്നും സ്വതന്ത്രമായി വിറയൽ മാത്രമായി തീരുക. അങ്ങനെ ഒരു പ്രകമ്പനം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാറ്റിൽ നിന്നും നിങ്ങൾ വിടുതൽ പ്രാപിച്ച് ആ പ്രകമ്പനം മാത്രമായി മാറുക. കണ്ണുകൾ അടഞ്ഞോ തുറന്നോ ഇരിക്കുക, കുഴപ്പമൊന്നുമില്ല. 2-ാം ഘട്ടത്തെ 15 മിനിറ്റ് സമയത്ത് ചെയ്യേണ്ടത് നൃത്തം ചെയ്യുക എന്നുള്ളതാണ്. ഡാൻസിങ്, വേളിംഗ് മെഡിറ്റേഷൻ എന്നൊക്കെ. ഭൂമി സദാ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നടരാജ നടനം, അത് ഭൂമി എപ്പോഴും സദാ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ നമ്മളും ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ആ ഭൂമിയുടെ നൃത്തത്തിനനുസരിച്ച് ഓസിലേറ്റ് ചെയ്ത് നൃത്തം ചെയ്യുക. സങ്കല്പത്തിലാണെങ്കിലും നമുക്ക് നൃത്തം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അടുത്ത 15 മിനിറ്റ് സമയം നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലും നൃത്തം ചെയ്യുക എന്നുള്ളതാണ്. ഡാൻസിങ്. ശരീരത്തിന് അതിന് ഇഷ്ടമുള്ള ഏത് ദിശയിലും ചലിക്കാൻ അനുവദിക്കുക. എന്നല്ലെങ്കിൽ നൃത്തം ചെയ്യുക, അല്ലെങ്കിൽ മെല്ലെ ഉരുളുക, അല്ലെങ്കിൽ ശയന പ്രദക്ഷിണം ചെയ്യുക. ഭക്തി ആ മാർഗം സ്വീകരിക്കുന്നവർ അത് തൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ആ വിശ്വാസ പ്രമാണമനുസരിച്ച് ശയന പ്രദക്ഷിണം ചെയ്യുക. അല്ലെങ്കിൽ അഷ്ടദിക്കിലേക്ക് നമുക്ക് നമസ്കരിക്കുക എന്നുള്ള ഒരിതുണ്ട്. ശാക്തേയം സമ്പ്രദായം പിൻപറ്റുന്നവർക്ക് അഷ്ടദിക്കിലേക്ക് നമസ്കരിക്കുന്നതാണ് ഉചിതം. അങ്ങനെ 15 മിനിറ്റ് ചെയ്യുക. ഡാൻസ് ചെയ്യുക ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇല്ലെങ്കിൽ ഭക്തി മാർഗം സ്വീകരിക്കുന്നവർക്ക് ശയന പ്രദക്ഷിണം ചെയ്യാം. ശാക്തേയ മാർഗം ഫോളോ ചെയ്യുന്നവർക്ക് അഷ്ടദിക്കിൽ നമസ്കരിക്കുക. അഷ്ടദിക്കുകൾ എന്ന് പറയുമ്പോൾ ഈ ഈശാനകോണം, അതായത് വടക്ക് കിഴക്കേ മൂല, പിന്നെ കിഴക്ക്, പിന്നെ തെക്ക് കിഴക്ക്, പിന്നെ വടക്ക് തെക്ക് പടിഞ്ഞാറ്, തെക്ക്, പിന്നെ തെക്ക് പടിഞ്ഞാറ്, പിന്നെ പടിഞ്ഞാറ്, പിന്നെ വടക്ക് പടിഞ്ഞാറ്, പിന്നെ വടക്ക്. അതാണ് അഷ്ടദിക്കുകളെന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി 3-ാം ഘട്ടം എന്ന് പറയുന്നത് 15 മിനിറ്റ് സമയം നിങ്ങൾ ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ കണ്ണുകളടച്ച് നിശ്ചലനാവുക. നിശ്ചേഷ്ടമാരുതൻ, ആ ജെൻറ്റിൽ ബ്രീസ്, അത് പ്രകമ്പനമായിട്ടിങ്ങനെ ഒരു ആന്തോളനം നിങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ കണ്ണുകൾ അടച്ച് നിശ്ചലനാകുക. അകത്തും പുറത്തും എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിന് സാക്ഷിയായിരിക്കുക. പുറത്തിങ്ങനെ നേരത്തെ ഞാൻ ക്ലെയർവോയൻസിന് അല്ലെങ്കിൽ ട്രാൻസെൻഡൽ മെഡിറ്റേഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷികൾ ഈ മഹാകാശത്തിൽ നിന്ന് കളകൂജനം, പക്ഷികളുടെ ആ ഇത് ശബ്ദം, അതുപോലെ പുറത്ത് നടക്കുന്ന ശബ്ദങ്ങൾ, ഇതെല്ലാം എല്ലാത്തിനെയും മെഡിറ്റേറ്റ് ചെയ്യുക, ധ്യാനിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശബ്ദം എന്താണ് എന്നുള്ളത് കാതോർത്തിങ്ങനെ, ആ പ്രകമ്പനം എന്താണെന്നുള്ളത് കാതോർത്ത് ഇരിക്കുക അയഞ്ഞ ശരീരത്തിൽ. അപ്പോൾ ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ കണ്ണുകൾ അടച്ച് നിശ്ചലനാവുക. അകത്ത് പുറത്തും എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിന് സാക്ഷിയായിരിക്കുക. അപ്പോൾ ഉള്ളിലെ പ്രകമ്പനം മെല്ലെ അതിങ്ങനെ ഒരു ജ്വാലയായിട്ട്, ജ്വാലാമുഖി, സപ്ത അഗ്നിയായിട്ടിങ്ങനെ
നിങ്ങളുടെ സൂക്ഷ്മ ശരീരം ഇങ്ങനെ വികസിക്കാൻ തുടങ്ങും. സമയത്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ സൂക്ഷ്മ ശരീരത്തിലെ ഓറയിൽ ഉള്ള ഇമ്പ്യൂരിറ്റീസ്, അതിൻ്റെ പെരിപ്പറിയിൽ, അതിൻ്റെ വൃത്തപരിധിയിലെല്ലാം തന്നെ ഉള്ളതെല്ലാം ഈ ജ്വാലയിൽ, അഗ്നിജ്വാലയിൽ ഇങ്ങനെ ഹീലാകുന്നു, അല്ലെങ്കിൽ ബേൺ ചെയ്തു പോകുന്നു. അതാണ് നമ്മളുടെ കാർമിക് ബോണ്ടേജസ് ആണ് ഈ ഓറിക് ലെയറിൽ ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓറ ഒരു ട്രാൻസ്പെറൻറ്റ് ബോഡിയാകും. പ്രകാശത്തിന് കടന്നു വരാനുള്ള സുതാര്യമായ ഒരു ബോഡിയായിട്ട് നിങ്ങളുടെ സൂക്ഷ്മ ശരീരം മാറും. ഇനി 4-ാം ഘട്ടം 15 മിനിറ്റ് ചെയ്യേണ്ടത് തീർത്തും നിശ്ചലനായി കിടക്കുക, ശവാസനത്തിൽ കിടക്കുക. ശയനപ്രദക്ഷിണ ചെയ്തെങ്കിൽ വീണ്ടും ശവാസനത്തിലേക്ക് നമ്മൾ വീഴുക, ദീർഘമായി ശ്വസിച്ചുകൊണ്ട്, കണ്ണുകളടച്ചുകൊണ്ട് തീർത്തും നിശ്ചലനായി കിടക്കുക. ഈ കുണ്ടലിനി ധ്യാനത്തിൽ ലയിക്കണമെങ്കിൽ ശരീരം വിറച്ചുകൊണ്ടിരിക്കും അനുവദിക്കുകയാണ് വേണ്ടത്. ആ സമയത്താണ് നിങ്ങളുടെ മൂലാധാരത്തിൽ നിന്നുള്ള ആ പ്രകമ്പനം മെല്ലെ 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 അത് ഉച്ചസ്ഥായി പ്രാപിക്കും. അതിങ്ങനെ ഗൗരവതരമായിട്ട് മാറാൻ തുടങ്ങും. ആ സമയത്ത് ഈ ചക്രത്തിൻ്റെ ബീജമന്ത്രങ്ങൾ ശരീരം തന്നെ മെല്ലെ ഇങ്ങനെ ഡിനോണേറ്റ് ചെയ്യാൻ ശ്രമിക്കും. മൂലാധാരത്തിൻ്റേത് ലം, പ്രകമ്പനത്തിൽ ലം എന്നിങ്ങനെ അതിങ്ങനെ പ്രകമ്പനമായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ചക്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് കടും ചുവപ്പാണ്. ആ കടും ചുവപ്പ് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പ്രകാശപൂരിതമായ ചുവന്ന പ്രകാശമായിട്ട് മൂലാധാരം ഇങ്ങനെ തെളിഞ്ഞു വന്ന് അതിൽ നിന്നിങ്ങനെ പ്രകമ്പനം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉയരാൻ തുടങ്ങും. മൂലാധാരാംബുജാരൂഢ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. അപ്പോൾ നിങ്ങളുടെ ബ്രഹ്മഗ്രന്ഥിയെ ഭേദിച്ചുകൊണ്ട് ഈ കുണ്ടലിനി ശക്തി ഇങ്ങനെ ആരോഹണം, കുണ്ടലിനി ആരോഹണം എന്ന ഒരവസ്ഥ സംജാതമാകും. കുണ്ടലിനി ധ്യാനത്തിൽ ലയിക്കുന്നതിന് ശരീരം എല്ലാ സമയവും വിറച്ചു കൊണ്ടിരിക്കണം. അത് നമ്മൾ നിർബന്ധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിറയലായിരിക്കരുത്. സ്വമേധയാ ശരീരത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു വിറയൽ ആയിരിക്കണം. അപ്പോൾ അതിന് അങ്ങനെയുള്ള ഒരു വിറയൽ സംഭവിക്കാൻ നമ്മളുടെ ശരീരത്തെ നമ്മൾ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കർത്തവ്യം. അപ്പോൾ നിശബ്ദനായി നിൽക്കുമ്പോൾ നിന്നാലും മതി, കിടക്കണമെന്നില്ല. അത് വന്നുകൊണ്ടിരിക്കുന്നത്, ആ പ്രകമ്പനം വന്നുകൊണ്ടിരിക്കുന്നത് അനുഭവപ്പെടാൻ കഴിയും. ശരീരം ചെറുതായി പ്രകമ്പനം കൊണ്ട് തുടങ്ങുമ്പോൾ അതിനെ സഹായിക്കുകയല്ലാതെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത്. ഇപ്പം ചെറിയ പ്രകമ്പനം ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ അതിങ്ങനെ കൂടുതലായിട്ട് അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് പോകുന്നതിനായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കുക, അതിനെ സഹായിക്കുക, തടയാൻ ശ്രമിക്കരുത്, അതിനെ ആസ്വദിക്കുക. പ്രകമ്പനത്തിൽ നിന്ന് നമുക്ക് ഈ ചക്രങ്ങളുടെ ബീജമന്ത്രങ്ങളുടെ സ്വനങ്ങൾ വന്ന് ചെവിയിൽ നിബദിക്കുന്നതായിട്ട് നാം ആസ്വദിക്കുക, അതിനെ തിരിച്ചറിയുക, അതിനെ ചൊല്ലി ആഹ്ലാദഭരിതനാവുക, അതിനെ അനുവദിക്കുക, സ്വീകരിക്കുക, സ്വാഗതം ചെയ്യുക. എന്നാൽ അത് ഇച്ഛാപൂർവമാകരുത്. നമ്മളൊരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോയിട്ട് അധോബോധതലത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സമാധി അവസ്ഥയിൽ ഈ സംഭവിക്കുന്ന സംഭവങ്ങളെ ആസ്വദിക്കുക, അനുവദിക്കുക. പ്രധാനമായിട്ടും ചിന്തിക്കാൻ തീരുമാനമെടുത്ത് വച്ചിരിക്കുകയും വേണം. എനിക്ക് ഈ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങളോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവഘടനയിൽ എന്തെങ്കിലും രീതിയിലുള്ള വിപുലമായ ഗുരുതരമായ മാറ്റങ്ങളോ ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു അഫർമേഷൻ നിങ്ങൾ എടുത്തിരിക്കണം എന്നുള്ളതാണ് ഇതിനുള്ള ഒരു മാർഗനിർദ്ദേശമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളത് വരുത്തി തീർക്കുകയാണെങ്കിൽ അതൊരു വ്യായാമമായി തീരും. ഈ പ്രകമ്പനം നിങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണെങ്കിൽ അതൊരു വ്യായാമമായിട്ടാണ് മാറുകയുള്ളൂ, അത് ധ്യാനമായിട്ട് മാറുകയില്ല. ധ്യാനം എന്നുകൊണ്ട് ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു നിയതമായിട്ടുള്ള ഒരു പദ്ധതി ശരിക്കും ധ്യാനത്തിനില്ല. കാരണം അത് നമ്മളിൽ അറിയാതെ തന്നെ സംഭവിക്കേണ്ടതാണ്. ആകാശത്ത് മേഘങ്ങൾ ഉണ്ടാകുന്നു, മേഘങ്ങൾ അപ്രത്യക്ഷമാകുന്നു. ഈ നീലാകാശത്തിൽ ഈ വെള്ളിമേഘങ്ങൾ ആരും അവിടെ ഉണ്ടാക്കുന്നതല്ല, അതവിടെ തനിയെ സംഭവിക്കുന്നതാണ്.
ആ വെള്ളിമേഘങ്ങളെ ആരും മാറ്റിക്കളയുന്നതല്ല, അത് തനിയെ അപ്രത്യക്ഷമാകുന്നതാണ്. എന്നതുപോലെ ഒരാളുടെ ജീവിതത്തിൽ തൻ്റെ സംഭവങ്ങളെല്ലാം തന്നെ ഈ വൈറ്റ് ക്ലൗഡിന് ഈക്വലൻ്റ് ആകുന്ന അവസ്ഥയിലേക്ക് ആയിത്തീരുമ്പോഴാണ് ഒരാളിൽ ധ്യാനം സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ബോധപൂർവമായിട്ടുണ്ടാക്കിയെടുക്കുന്ന പ്രാക്ടീസുകളൊന്നും തന്നെ ധ്യാനത്തിനോ ഈ കുണ്ടലിനി ഉണർവിനോ ഉതകുന്നതല്ല. അതുകൊണ്ട് എല്ലാവരും നമ്മളൊരു എല്ലാം മറന്നിട്ട് ചെയ്യേണ്ട ഒരു ധ്യാനമാണ് ഈ കുണ്ടലിനി ജാഗരണം. അങ്ങനെ അത് ഉപരിതലത്തിൽ മാത്രമായിരിക്കും നിങ്ങളിത് മെക്കാനിക്കലായിട്ട് ഉണ്ടാക്കിയെടുത്താൽ ഉണ്ടാകുന്നത്. പക്ഷേ അത് നിങ്ങളിലേക്ക് തുളച്ചു കയറുന്നില്ല, നിങ്ങളുടെ അകക്കാമ്പിലേക്ക് അത് തുളച്ചു കയറുന്നില്ല. നിങ്ങളുടെ അകം പാറ പോലെ ഉറച്ചതായിരിക്കും. അത് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി, ആ ഇൻഡിവിജ്വാലിറ്റി പാറ പോലെ ഉറച്ചതാണെങ്കിൽ അതിനെ മെല്ലെ മൃദുലമാക്കണം, സ്പോഞ്ചിയാക്കണം. നിങ്ങൾ സൂത്രധാരനും കർത്താവുമായിരിക്കെ ശരീരം നിങ്ങളെ അനുസരിക്കുക മാത്രമായിരിക്കും ചെയ്യുക. ശരീരമല്ല പ്രശ്നം, നിങ്ങളാണ് പ്രശ്നം. ശരീരം പ്രശ്നമല്ല, നിങ്ങളാണ് പ്രശ്നം. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈ ഞാൻ എന്ന ഈ കഥാപാത്രം, ഇല്ലെങ്കിൽ ഞാൻ എന്ന ട്രൂ നേച്ചർ, അതെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പാറ പോലെ ഉറച്ച ആ ഒരു ഇതിനെ നമ്മൾ മെല്ലെ ഇളക്കാൻ ശ്രമിക്കണം. വിറയ്ക്കുക എന്ന് ഇവിടെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പാറ പോലെ ഉറച്ച അസ്തിത്വം അതിൻ്റെ അങ്ങേയറ്റത്തെ അടിത്തറകളോളം ഇളകണം എന്നതാണ്. അപ്പോൾ അത് ജലമയമായി തീരും, ഉരുകും, പിന്നീട് അത് പ്രവഹിക്കും. അപ്പോഴാണ് നിങ്ങളുടെ ട്രൂ നേച്ചർ വെളിപ്പെടുകയുള്ളൂ. നിങ്ങളുടെ ഉറച്ച ആ ഒരു പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ റിജിഡിറ്റി എന്നൊക്കെ പറയുന്ന ആ ഇത് ദൃഢമായിട്ടുള്ള ആ ഒരു സങ്കല്പം, ആ സ്വരൂപം, അതിനെ മെല്ലെ ജലമയമാക്കുക, അത് ഒലിച്ചിറങ്ങാൻ അനുവദിക്കുക. ആ ദേഹകാന്തി നല്ല രീതിയിൽ അത് പ്രത്യക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഉറച്ച ഒരു മൈൻഡ്, അത് റിജിഡിറ്റിയെ നിങ്ങൾ ജലമയം എന്ന രീതിയിലേക്ക് ആക്കി തീർക്കാൻ നിർബന്ധിതനാണ്. അപ്പോൾ ഉരുകി പ്രവഹിച്ച് കരമായ അസ്തിത്വം ജലമായി തീരുന്നുവോ ശരീരം അതിനെ അനുസരിക്കും. അപ്പോൾ വിറയ്ക്കുന്ന ആൾ ഇല്ല, വിറയൽ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളില്ല, പിന്നെ ഒരു പ്രകമ്പനം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആരും ചെയ്യുന്നില്ല, അത് സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ചെയ്യുന്ന ആൾ ഇല്ല തന്നെ, പിന്നെ നിങ്ങളില്ല, വിറയൽ പ്രകമ്പനം മാത്രമേ ഉള്ളൂ. ആ പ്രകമ്പനം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ സാധിക്കും. ഇതാണ് കുണ്ടലിനി ശക്തിയുടെ കുണ്ടലിനി ജാഗരണത്തിൻ്റെ ആദ്യപടി, അതിൻ്റെ ധ്യാനം. അപ്പോൾ 1 മണിക്കൂർ സമയം കൊണ്ട് ഇത് തയ്യാറായി എടുക്കുക എന്നുള്ളതാണ്. 15 മിനിറ്റ് സമയം നമ്മൾ അയഞ്ഞ അവസ്ഥയിൽ ശരീരം മുഴുവൻ പ്രകമ്പനം കൊള്ളാൻ അനുവദിക്കുക. എല്ലാ ഊർജവും പാദങ്ങളിൽ നിന്നും തുടങ്ങി മുകളിലേക്ക് സഹസ്രാരം വരെ, ഉച്ചി വരെ പ്രകമ്പനം ഉണ്ടാകുന്നതായിട്ട് അനുഭവിക്കുക. പിന്നീട് നൃത്തം ചെയ്യുക, അല്ലെങ്കിൽ ശയന പ്രദക്ഷിണം ചെയ്യുക, അല്ലെങ്കിൽ അഷ്ടദിക്കിലേക്ക് നമ്മൾ നമസ്കരിക്കുക. പിന്നത്തെ 15 മിനിറ്റ് സമയം നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തീർത്തും നിശ്ചലനായി കിടക്കുക. അങ്ങനെ 4 പാദങ്ങളായിട്ട് 1 മണിക്കൂർ സമയം ചെയ്ത് നിങ്ങളുടെ ആ ഹാർഡ്നെസ്, കടുപ്പം, അത് മൃദുലീകരിപ്പിച്ചിട്ട് നിങ്ങളുടെ ട്രൂ നേച്ചർ എന്താണെന്ന് ഡിക്ലെയർ ചെയ്യുക. എല്ലാവർക്കും അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിത്ത് ലവ്, ലൈറ്റ് ഓഫ് റൈറ്റ്.